ഒരു മനുഷ്യനെ ഭയാനകമായ തീയിലേക്ക് എറിഞ്ഞു. പക്ഷേ ആ തീ അദ്ദേഹത്തെ സ്പർശിക്കുക പോലും ചെയ്തില്ല. ഇബ്രാഹീമിന്റെ നഗരത്തിൽ ആളുകൾ കല്ലുകൊണ്ടുള്ള വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു. ഇബ്രാഹീം പറഞ്ഞു, ഈ വിഗ്രഹങ്ങൾ കേൾക്കുന്നില്ല, കാണുന്നില്ല. ഇവയെ എങ്ങനെ ദൈവമായി കരുതും? ഒരു രാത്രിയിൽ ഇബ്രാഹീം ഒറ്റയ്ക്ക് ആ ക്ഷേത്രത്തിൽ കടന്നു. എല്ലാ വിഗ്രഹങ്ങളും തകർത്തു. ഒരു വലിയ വിഗ്രഹം മാത്രം ബാക്കിവെച്ചു. അതിന്റെ കഴുത്തിൽ കോടാലി തൂക്കിയിട്ടു. രാജാവ് നിമ്രൂദിന്റെ കൊട്ടാരത്തിൽ വിചാരണ നടന്നു. ഇബ്രാഹീമിനെ പിടിച്ചുകൊണ്ടുവന്നു. നിമ്രൂദ് ആക്രോശിച്ചു, ഇവനെ ഇത്രയും വലിയ തീയിലേക്ക് എറിയൂ. പുക ആകാശം വരെ എത്തട്ടെ. വിറക് ശേഖരിച്ചു. ദിവസങ്ങളോളം തീ കത്തിച്ചു. ആ തീ ഇത്രയും ഭയാനകമായിരുന്നു. അടുത്തുകൂടി പറക്കുന്ന പക്ഷികൾ പോലും വെന്തുപോയി. ഇബ്രാഹീമിനെ കവണയിൽ വച്ച് തീയിലേക്ക് എറിഞ്ഞു. അപ്പോൾ അല്ലാഹു കൽപ്പിച്ചു, ഓ തീയെ, തണുക്കൂ, സുരക്ഷിതമാകൂ. ആ ഭയാനകമായ തീ ഇബ്രാഹീമിനു വേണ്ടി പൂക്കളുടെ തോട്ടമായി മാറി. അല്ലാഹുവിന്റെ സ്നേഹിതനെ തീക്കുപോലും ദഹിപ്പിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹു കൂടെയുണ്ടെങ്കിൽ തീ പോലും പൂന്തോട്ടമാകും. ഇത്തരം കഥകൾക്കായി ഫോളോ ചെയ്യൂ വിലങ്ങര.